അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക്. പക്ഷേ ഈ യാത്രയുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്ന നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് പുതിയതായി പണിഞ്ഞ അടൽ സേതു എന്ന ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ നവി മുംബൈയിൽ നിന്ന് മുംബൈയിലോട്ട് പോകാൻ പോകണം. പുറകിൽ എൻ്റെ വൈഫ് ഇരിപ്പുണ്ട്, ഇച്ചിരി ദേഷ്യത്തിലാണ്, പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെയല്ലേ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഉറാൻ ഹൈവേയിലാണ്. ഈ റോഡ് നേരെ പോയിട്ട് ഒരു ടീ ആണ്. അവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പൂനെ പോവാം, ഗോവയിൽ പോവാം. റൈറ്റ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഉറാൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. ഉറാൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ അടൽ സേതു ബ്രിഡ്ജ് തുടങ്ങുന്നത്. ഈ ബ്രിഡ്ജ് തുടങ്ങി അങ്ങ് സൗത്ത് ബോംബെയിൽ സിവരി വരെ കണക്ട് ആവും. അങ്ങനെ പിന്നെ ഒരു യാത്രയുടെ ആരംഭം. ഇടയ്ക്ക് വെച്ച് ഗോപ്രോ ഒന്നും നമ്മളെ ചതിച്ചു. ഇപ്പോൾ അത് ഹാങ് ആയതാണ്ട് ഇവിടെ സൈഡിൽ കിടപ്പുണ്ട്. നമ്മളുടെ iPhone 14 എടുത്ത് നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത്. ആണ്ടേ ഈ സൈഡിൽ കണ്ടില്ല, ലെഫ്റ്റ് സൈഡിൽ മൊത്തം നമ്മളുടെ കണ്ടെയ്നർ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഇതൊരു കണ്ടെയ്നർ യാർഡാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് മിക്ക കണ്ടെയ്നറുകളും നവാഷിവയിലോട്ട് പോയിട്ട് ഷിപ്പ് കയറ്റിയിട്ട് പിന്നെ അത് അവരവരുടെ സ്ഥാനത്തോട്ട് പറഞ്ഞു വിടുന്നത്. टोल रास्ता पुढे आहे. മുംബൈ 0.5 കിലോമീറ്റർ ടോൾ രാസ്ത. നമ്മൾ അടുത്തുനിന്നാണ് തോന്നുന്നത്. നമ്മൾ ഇതാണ് JNPA. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അടൽ സേതുവിലോട്ട് പോകാനുള്ള റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അടൽ സേതു മുംബൈ. ഓക്കെ, എത്ര പെട്ടെന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ 5:20 ഉറാൻ ഹൈവേയിലായിരുന്നു. ഇപ്പം 5:37 5:37 ആയപ്പോഴേക്കും നമ്മൾ അടൽ സേതുയുടെ ഹൈവേയിലോട്ട് കയറാൻ പോകണം. ഇനി നമ്മൾ സിവരി ഏത് സമയമാകുമ്പോൾ എത്തും, നമ്മൾ സിവരിലോട്ട് എപ്പോൾ എത്തുമെന്ന് നമുക്കൊന്ന് നോക്കാം. സിവരിനും പിന്നെ ഉണ്ട് കുറേ. പക്ഷേ നമ്മൾ സിവരി എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് നരിമൻ പോയിന്റ് വരെ പോകണം. അപ്പോൾ ഇന്ന് നമുക്കൊരു വലിയൊരു മുംബൈ ദർശനം തന്നെ നടത്താം. താണ്ട് കിടക്കണം ഇവിടുന്ന് കൊളാബ 33 കിലോമീറ്റർ. കണ്ടില്ലേ, 33 കിലോമീറ്റർ ദൂരെയാണ് കൊളാബ. ഇതൊക്കെ നേരത്തെ ആലോചിക്കാൻ കൂടി പറ്റിയില്ലായിരുന്നു. നമ്മൾ നവി മുംബൈയിൽ നിന്നും കൊളാബ വരെ പോകണമെങ്കിൽ എങ്ങനെ പോയാലും 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. എങ്ങനെ പോയാലും ട്രാഫിക്കും റോഡ് ബ്ലോക്കും എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാലും ശരി 1 hour 45 മിനിറ്റ്സിന് മുകളിൽ എടുക്കത്തുള്ളൂ. പക്ഷെ ഇപ്പം ഈ അടൽ സേതു വന്നുകൊണ്ട് യാത്ര ഒത്തിരി ഈസായിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അടൽ സേതുവിൻ്റെ വെൽക്കം ബ്രിഡ്ജ്, അതോ വെൽക്കം ഗേറ്റ് എന്ന് പറയാം നമുക്ക്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ അടൽ സേതുവിലോട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപയാണ് വൺ സൈഡ് ടോൾ. അത് റിട്ടേൺ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ റിട്ടേൺ വന്നാൽ 375 രൂപ കണ്ടാണ് റിട്ടേൺ ഫെയർ. അതൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ പോകേണ്ട സമയവും ഫ്യൂവൽ നമ്മൾ ലാഭിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ആ പൈസ ലാഭമാണ് നമുക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ഇപ്പോൾ പുറകിൽ എൻ്റെ ക്യാമറാമാൻ എൻ്റെ ക്യാമറ വുമൺ ഇപ്പം ക്യാമറയൊക്കെ പിടിച്ച് ദേഷ്യമൊക്കെ മാറിയെന്ന് തോന്നുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ദേഷ്യമൊക്കെ മാറി കാണുമെന്ന്. കണ്ടില്ല, നേരെ ഇത് അങ്ങോട്ട് കണ്ടില്ല, നേരെ നോക്ക്. കണ്ട നല്ല പാറയൊക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് ഈ റോഡ് പണിഞ്ഞത്. ഇതാണ്ട് 350 രൂപ വെട്ടാനിരിക്കുന്ന 250 രൂപ വെട്ടാനിരിക്കുന്ന ടോൾ. കാശ് കൊടുത്തേ പറ്റത്തുള്ളൂ. കാശ് കൊടുക്കാതെ ഒരു രക്ഷയില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാൻ ഒരു വഴിയില്ല. പിന്നെ ഇച്ചിരിയും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ കടലാണ്. അപ്പം നമ്മൾ ഒരു സൈഡിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ടോൾ കൊടുത്തേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് അടൽ സേതു. ഒഫീഷ്യലി നമ്മൾ 250 രൂപ ടോൾ കൊടുത്ത് പോകാൻ പോകുന്ന റോഡ്. 250 രൂപയ്ക്ക് വെറുതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. റോഡ് പണിഞ്ഞ ആ നിലവാരവും ആ ക്വാളിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും 250 രൂപ കൊടുത്താലും വല്ല കുഴപ്പമൊന്നുമില്ല. ആ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ അറ്റം വരെ പണിഞ്ഞ കൺസ്ട്രക്ഷൻ മുംബൈ ഇവിടെ വരെ നവി മുംബൈ ഇവിടെ വരെ വന്ന കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കണ്ടാൽ അറിയാം.
കുറച്ചപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കടലാണ്. നേരെ പോയിട്ട് നേരെ ഒരു ബമ്പ് കാണാം. അത് ആക്ച്വലി ഒരു എലിവേറ്റഡ് സെക്ഷനാണ് ഈ മൊത്തം സ്ട്രെച്ചിൽ. ആ എലിവേറ്റഡ് സെക്ഷനിലോട്ട് കയറിയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി അങ്ങ് പോകുന്നതാണ് അട്ടൽ സേതു. അപ്പോൾ അങ്ങനെ അട്ടൽ സേതുവിൻ്റെ മണ്ടയ്ക്കൂടെ പോകുന്ന ബോംബെ വാല മലയാളി സീറ്റ് എടുത്ത ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഓൾമോസ്റ്റ് നമ്മൾ മുംബൈയിലോട്ട് അടുക്കാറായി. ഇതൊക്കെ കാണുന്നത് മുംബൈയിലെ ഷോർ ലൈനാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ സ്കൈ സ്കേപ്പേഴ്സാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. മുംബൈ വരുന്നത് ലെഫ്റ്റിൽ വടാല, റൈറ്റ് ലെഫ്റ്റ് കൊലാബ, നേരെ പോയാലാണ് മുംബൈ പോർട്ട്. അപ്പം നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. കാരണം നമുക്ക് പോകേണ്ടത് നർബൺ പോയിന്റിലോട്ടാണ്. എനിക്കതിൻ്റെ എക്സിറ്റ് ഒന്നും അറിയത്തില്ല, അത്ര നിശ്ചയമൊന്നും ഇല്ല. എന്നാലും നമ്മൾ പോയി നോക്കാം എവിടെ വരെ പോകാം. ഇൻ കേസ് എനിക്ക് തോന്നുന്നു മുംബൈ പോർട്ടിൽ പോയിട്ട് നമ്മൾ നർബൺ പോയിന്റിലോട്ട് നമ്മൾ എത്തുമെന്നാണ്. പക്ഷെ കൊളാബയും കാണിക്കുന്നുണ്ട്. അപ്പോൾ കൊളാബയാണ് പെട്ടെന്ന് എത്തുന്നത്. കലക്താ मैं कोलाबा आएगा पहले कि मुंबई पोर्ट आएगा? कोलाबा उतरना अपने को? मेरे को भी इतना आइडिया नहीं है. बेस्ट गूगल देख लेंगे क्या एक बार? गूगल देखेगा क्या? कैसा भी हो, कोलाबा जाओ या मुंबई पोर्ट जाओ, कोलाबा जाएंगे तो बेटर है ना? ठीक है, ഓക്കെ. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ നമ്മളിപ്പം കൊലാബയിലോട്ട് എക്സിറ്റ് എടുക്കാൻ പോവാണ്. ഞങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കുന്ന വലിയൊരു കാരണം ഇതാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും, ഞാൻ മലയാളിയല്ല, അതുകൊണ്ട് വെറുതെ അവളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് പറഞ്ഞ മലയാളം പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ അവളോട് എപ്പോഴും ഹിന്ദിയിലായിട്ട് തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മുംബൈ അട്ടൽ സേതുന്ന് കണക്റ്റഡായ മുംബൈ ഫ്രീവേയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ്ലി കൊളാബ വരെ എത്തിക്കും. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് സീ ടണലിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-50 മിനിറ്റായി കാണും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പോൾ ദാണ്ടെ മുമ്പിൽ കാണുന്നതാണ് മറൈൻ ഡ്രൈവ്. ഇവിടെ വരെ എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സ്ട്രഗിളായിരുന്നു നേരത്തെ. ഇപ്പം കുഴപ്പമില്ല. ഇപ്പോൾ അട്ടൽ സേതു ഒക്കെ വന്നതുകൊണ്ട് ഇച്ചിരി നമുക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സിഗ്നലൊക്കെ ചാലുവായി. നമുക്ക് മറൈൻ ഡ്രൈവിലോട്ട് പോകാം. റൈറ്റിൽ കാണുന്നതാണ് മറൈൻ ഡ്രൈവ്. ഇന്ന് അവധി ദിവസമായിക്കൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ പൊതുവെ വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ട്. ഇത് കണ്ടൊരു കുഞ്ഞ് പിങ്ക് കളറിൻ്റെ ഒരു വണ്ടി തീരാ. ഹായ് കാർത്തിക്. ഹായ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാനും വൈഫ് മാത്രമല്ല, ഏതാണ്ട് ഒരു മൂന്നാമത്തെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പുള്ളിക്കാരൻ ഉറക്കമായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടുത്തിയില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ എഴുന്നേറ്റ് ഇപ്പോൾ വണ്ടിയൊക്കെ പഠിക്കുകയാണ്. ഒന്ന് അച്ഛൻ നല്ലതായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കുഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രി, നർബൺ പോയിന്റിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ഈ എൻട്രി ഇപ്പോൾ ബന്ദാണ്. ഇതൊന്നാണ് ഇതിപ്പോൾ ഈ ഗേറ്റ് ബന്ദാക്കി വെച്ചേക്കാം. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുമ്പിൽ പോയി നോക്കാം ഇതിന് വേറെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ളതാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പം റൈറ്റ് സൈഡ് ചാലുവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ബന്ദാണോ എന്ന് നമ്മൾ ഇച്ചിരി കൂടെ മുമ്പിൽ പോയി നോക്കിയിട്ട് വരാം. ബന്ദാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ താഴെ നിന്നാണ് ഈ ടണൽ പോകുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കടൽ ഇവിടെ വരെ കയറി കിടക്കുന്നത് കാണാം. പക്ഷെ കൺസ്ട്രക്ഷൻ പണി കൊണ്ട് നമുക്ക് തീരെ പ്രോപ്പർട്ടി കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇന്ന് നമ്മളെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ഫൈനലി ബാൻഡ്ര വർലി സീലിങ്ങിലോട്ട് എത്തിയേക്കുവാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കടൽ കയറി നിൽക്കുന്നുണ്ട് ഇവിടം വരെ.
അങ്ങനെ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനും കവർ ചെയ്ത് ഇനി നമുക്ക് ഈ വഴി ഞാൻ റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് നോക്കാം അണ്ടർ സീ ടണൽ ആക്ച്വലി ചാലു ആണോ അല്ലയെന്ന്. വൺ സൈഡ് ബന്ധായിരുന്നു, ഇനിയിപ്പോൾ ടുവേർഡ്സ് നരിമൻ സൈഡ് ചാലു ആണോ നമുക്ക് ആകെ മുമ്പിൽ പോയി യൂ ടേൺ എടുത്തിട്ട് വന്നിട്ട് നോക്കാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ബാൻഡ്രയിൽ നിന്ന് യൂ ടേൺ എടുത്ത് പിന്നെയും തിരിച്ച് ബാൻഡ്ര വർലി സീലിങ്ങിലോട്ട് കയറി നരിമൻ പോയിന്റിലോട്ട് പോകാൻ ട്രൈ ചെയ്യാണ്. ഹോപ്പ്ഫുള്ളി നരിമൻ നമ്മൾ ബാൻഡ്ര വർലി സീലിംഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സീ ടണൽ ട്വിൻ ടണലിലോട്ട് നമുക്ക് പോകാൻ പറ്റും. എൻട്രി ബന്ദ് അല്ലെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ബന്ധാണെങ്കിൽ നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് നമുക്കത് കവർ ചെയ്യാം. അപ്പോൾ എന്തായാലും പോയി നോക്കാം, വിശേഷങ്ങൾ നിങ്ങളോട് പറയാം. അപ്പം ഗൈസ്, ഇന്ന് നമുക്ക് ട്വിൻ ടണൽ കാണാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ നമുക്കത് കവർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.